ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചുള്ള ഒരു തേങ്ങാച്ചോറാണ്. ചെമ്മീൻ കൊണ്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും, മസാല ഉണ്ടാക്കും, പലവിധ ചായൻ്റെ കടികളെല്ലാം ഉണ്ടാക്കും. പക്ഷേ ചെമ്മീൻ കൊണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് ഒരു വിരളമായ സംഗതിയാണ്. അപ്പോൾ ഞാനിന്ന് നല്ല വെള്ളക്കുറുവ അരി വെച്ചിട്ട്, പുഴുങ്ങലരി വെച്ചിട്ട് ചെമ്മീൻ വെച്ചിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് 1 കിലോ ചെമ്മീൻ നല്ല വൃത്തിയായി കഴുകി എടുത്ത് 1 കിലോ ചെമ്മീൻ അത് വൃത്തിയാക്കിയപ്പോൾ ഇത്രയുള്ള. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കൂടുതലായിട്ട് നെയ്യൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ 3 സവാള അരിഞ്ഞ് വെച്ച 3 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് ഡീപ്പ് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ സവാള ഫ്രൈ ആവുന്നതിൻ്റെ കൂടെ തന്നെ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഞങ്ങൾക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ ആ ടേസ്റ്റെല്ലാം ഈ സവാളയിലേക്ക് ഇറങ്ങി വരും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി ഒന്ന് ഡീപ്പ് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചുള വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ പൊടിച്ച് ഇവിടുന്ന് നട്ട് വളർത്തി കളച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്, നല്ല പ്യൂർ മഞ്ഞൾപ്പൊടി. പിന്നെ 2 ടീസ്പൂണ് വറുത്ത മല്ലി, വറുത്ത് പൊടിച്ച മല്ലി. 2-3 ടീസ്പൂണ് വറുത്ത് പൊടിച്ച മല്ലി, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പട്ട, ഗ്രാമ്പ്, ഏലക്കായ്, കുറച്ച് വലിയ ജീരകം ഇതൊക്കെ വൃത്തിയായി കഴുകി അത് ഒന്ന് ചതുക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ഈ ഉള്ളിയെല്ലാം ഒന്ന് ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് സെറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെമ്മീൻ്റെ സത്തെല്ലാം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം പാർന്നു കൊടുക്കാം. 4 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് പുഴുങ്ങലരിക്ക് 4 ഗ്ലാസ് വെള്ളം. അത് നല്ല ചൂട് വെള്ളം പാർന്നു കൊടുക്കേണ്ടത്. അതിലേക്ക് ഞങ്ങൾക്കൊരു കറിവേപ്പിലിൻ്റെ തണ്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് പതച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത് നമ്മളെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഈ ജീരകവും പട്ട, ഗ്രാമ്പ് അതിൻ്റെ കൂടെ ഞാൻ കുരുമുളക് പൊടിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രം ഇട്ട് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളോട് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. പിന്നെ പുഴുങ്ങലരിയാണ്, വെള്ളക്കുറുവ അരി 2 ഗ്ലാസ്. അത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചെമ്മീൻ ബിരിയാണി, ചെമ്മീൻ കറി, ചെമ്മീൻ മസാല എല്ലാം ആക്കലുണ്ടാവും. പക്ഷേ ചെമ്മീൻ കൊണ്ടുള്ള തേങ്ങാച്ചോറ് അധികം അറിയില്ല ആർക്കും. പേരും ബിരിയാണി വെക്കുന്നതല്ലാണ്ട് ചെമ്മീൻ തേങ്ങാച്ചോറ് ആരും ഉണ്ടാക്കലില്ല. അതുകൊണ്ട് പുഴുങ്ങലരി വെച്ചിട്ട് നിങ്ങൾ ചെമ്മീൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കി നോക്ക്. പിന്നെ നിങ്ങളെപ്പോഴും ചെമ്മീൻ തേങ്ങാച്ചോറേ വെക്കൂ, ബിരിയാണി വെക്കൂല. അത്രയും ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ക്യൂബ്സോ മസാലപ്പൊടിയോ മാഗി ക്യൂബ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം എക്സ്ട്രാ. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഞാനിതിപ്പോൾ അടച്ച് വെക്കുകയാണ്. ഒരു 4 വിസിലാകുന്നവരെ ഒന്ന് അടച്ച് വെക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 വിസിലിന് ഓഫാക്കി നമുക്ക് നോക്കാം.
ഇപ്പോൾ വിസിലെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതാ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം കണക്കിന് അളവിനുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. അടിക്കൊന്നും പഠിച്ചിട്ടില്ല. ഇതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളമോ അല്ലെങ്കിൽ വെള്ളം കൂടുതലോ കുറവോ ഒന്നുമില്ല. എല്ലാം 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന നിലയിൽ നല്ല പെർഫെക്റ്റായിട്ട് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം. കൂടുതൽ പണിയൊന്നുമില്ല. പിന്നെ ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷന് തൈരാണ്. യോഗർട്ട്, നല്ല കട്ടി തൈരും പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.